നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഉത്തർപ്രദേശ് മന്ത്രി യോഗി ആദിത്യനാഥ്. 400 പാർ ഫിർ ഏക് ബാർ മോദി സർക്കാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പെട്ടെന്നുണ്ടായതല്ല എന്നും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് വന്ന മാറ്റങ്ങൾ മുഖേനയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 4-ന് BJP NDA 400 പാർ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഇന്ന് 400 പാർ എന്നത് സാധാരണക്കാരന്റെ മാത്രമായി മാറിയിരിക്കുന്നു. എല്ലായിടത്തും ഫിർ ഏക് ബാർ മോദി സർക്കാർ, ആപ്കി ബാർ 400 ബാർ എന്ന് കേൾക്കാം. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ എല്ലാ മേഖലയിലും രാജ്യത്ത് വന്ന മാറ്റങ്ങൾ മൂലമാണ് ഇത് സംഭവിച്ചത്. ഹൈവേ, റെയിൽവേ, എയിംസ്, IIT, IIM, കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് സംഭവിച്ചത്. പാവപ്പെട്ട ക്ഷേമ പദ്ധതികളിലൂടെ സർക്കാരിന്റെ സംവേദനക്ഷമത കാണാൻ കഴിയും. ജൂൺ 4-ന് BJP NDA 400 പാർ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയെ ഏറ്റവും പരിഹസിച്ചവരാണ് ഇവരെന്ന് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞു. കോൺഗ്രസിന്റെയും ജനങ്ങൾ ഭരണഘടനയെ ഏറ്റവും പരിഹസിച്ചവരാണ് ഇവരെന്ന് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞു. കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ജനങ്ങൾ ഭരണഘടനയെ ഏറ്റവും പരിഹസിച്ചു. BR അംബേദ്കർ വികാരങ്ങൾക്ക് വിരുദ്ധമായി അന്നത്തെ കോൺഗ്രസ് ഭരണഘടനയെ ആർട്ടിക്കിൾ 370 ഉൾപ്പെടുത്തിയിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ജയിലിൽ അടയ്ക്കാനുള്ള ജോലിയായാണ് ഒന്നാം കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്നത്. 1975-ൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഭരണഘടനയെ കഴുത്തുഞെരിച്ചു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാനാകില്ല എന്ന് അംബേദ്കർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ SC, ST, OBC കോട്ടയിൽ നിന്ന് കുറച്ച് ശതമാനം വെട്ടിച്ച് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് തുടർച്ചയായി ശ്രമിച്ചു. ആന്ധ്രാപ്രദേശിലും കർണാടകയിലെയും കോൺഗ്രസ് അത് തന്നെയാണ് ചെയ്തതെന്നും യോഗി കൂട്ടിച്ചേർത്തു. മതപരമായ സംവരണത്തെ അനുകൂലിച്ച് സംസാരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വിമർശിച്ചു. മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുമെന്ന് 2012-ലും 2014-ലും സമാജ്വാദി പാർട്ടി പ്രകടന പത്രികയിൽ എഴുതിയിരുന്നു. ബീഹാറിൽ RJDയിലൂടെ ലാലു പ്രസാദ് മുസ്ലിം സംവരണത്തിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് പ്രകടന പത്രികയിൽ വ്യക്തി നിയമത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അതായത് താലിബാനി ഭരണം തങ്ങളുടെ പരാജയം കണ്ട് കോൺഗ്രസ് SP തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല എന്നും ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ് എന്നും അദ്ദേഹം പറഞ്ഞു.